ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളൊരു കൊച്ചി ട്രിപ്പാണ് കേട്ടോ. പോയി നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മൾ കൊച്ചി വരെ എത്തിപ്പോയി. നമ്മൾ സ്റ്റേക്കേഷൻ ചെയ്തത് നമ്മൾ ഈ ഒരു റിസോർട്ട് പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. നല്ല അടിപൊളിയാണ്. എന്താ പറയുക, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നല്ല വേർത്ത് ആയിട്ടുള്ള അത്ര എമൗണ്ട് ഒന്നുമില്ല. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യമൊക്കെ തരും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബാൽക്കണി ഉണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് ആ ഒരു കായലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് ബഡ്ജറ്റ് ഒന്നുമില്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽ കഴിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചി, നമ്മൾ മറ്റെന്താ മട്ടാഞ്ചേരി, മറ്റേ ഇതൊക്കെ ഇല്ലേ ഷൂട്ടിംഗ് പ്ലേസസൊക്കെ, കുറേ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ അവിടേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നമ്മൾ കയറി നമ്മൾ ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടാരം എന്ന് പറയുമ്പോൾ എന്താ പറയുക, പണ്ട് ബ്രിട്ടീഷുകാരല്ല, അങ്ങനെ അവരൊക്കെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നൊരു കൊട്ടാരം. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് കയറി കണ്ടു, അത്രേ ഉള്ളൂ. ഒരു 5 രൂപ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി കണ്ടു. മോള് പിന്നെ അവിടെ നല്ല കളിയായിരുന്നു, കാരണം അത്രയും നല്ല ഭംഗി ഒരു പ്ലേസാണ്. പിന്നെ അത്രയും ചൂടത്ത് അത്രയും മരങ്ങളുടെ ഇടയിൽ നമ്മൾ എന്താ പറയുക, നല്ല തണലും ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുറേ നേരം കളിച്ചു. പിന്നെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു. അത് കുറേ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതലും അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല റേറ്റാണ് ഗൈസ്. ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോഴും ഇരട്ടി റേറ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്നൊന്നും വാങ്ങിയിട്ടില്ല. ഒരു ഐസ്ക്രീം മാത്രം കഴിച്ചു. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അടുത്തടുത്താണ് വീടുകൾ. നമ്മളെ നാട്ടിലെ ഇവിടെ വയനാട്ടിലൊക്കെ പോലെ ഇങ്ങനെ നല്ല ഗ്രാമപ്രദേശങ്ങളൊന്നുമല്ല, ഭയങ്കര അടുപ്പിച്ചാണ്. പിന്നെ ഒരു ചർച്ച് പോയിട്ടോ, അതൊരു വാസ്കോഡഗാമ അങ്ങനെ എന്തോ ഒരു ചർച്ചാണ്. എനിക്കിതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് കയറി കണ്ടു, അത്രയേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി അറിയാനൊന്നും പോയില്ല. എനിക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി, ബീച്ച്, കടപ്പുറം അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് എന്താ പറയുക, ഷേക്കൊക്കെ കുടിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം മോളുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്, മാനേജ് ചെയ്യാൻ പാടാണ്. എല്ലാ വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ പോരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പ്ലേസസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലുലു മാൾ കയറി. നമ്മൾ എന്തെങ്കിലും ഷോപ്പിക്സ് കയറിയിട്ട്, മീൻസ് ലുലു മാളിൻ്റെ ഇതിൽ കയറിയിട്ട് എന്തെങ്കിലും ഓഫർ ഉണ്ടോ നോക്കാൻ കയറി. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേസ്, ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ മേലത്തെ കുട്ടികളുടെ കളിക്കുന്നതിൻ്റെ അവിടെ മോള് കളിക്കാനായിട്ടില്ല അതിലൊന്നും. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് കയറ്റി ഇരുത്തിയൊക്കെ നോക്കി, കാരണം അവൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാലോ. പക്ഷേ ആളെ ഇറങ്ങുന്നില്ല, സംഭവത്തൊന്നും ഇറങ്ങുന്നേ ഇല്ല. പിന്നെ ഞാനും അതിന് കൂടത്ത് നിന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിതിന് മുന്നേ എപ്പോഴോ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറേ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എറണാകുളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എപ്പോഴും കാലിക്കറ്റ് പറയുന്നതുകൊണ്ട് കിട്ടില്ല. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ഇത് കാണാൻ പോയി. പക്ഷെ അത് നമ്മൾ കുറച്ച് ഉള്ളോട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പ്ലെയിൻ കാണാം. അതായത് ആ റെസ്റ്റോറൻറ്റ് ഗൈസ്. അപ്പോൾ